ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ പേര് എന്നാണെന്നറിയാമോ? അവരെന്നെ പഠിപ്പിച്ച കറിയുടെ പേരൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ നാവിനെ നോക്കിയല്ല. എന്നാന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത പേരാണ്, ബംഗാളിയൊക്കെ ചേർന്ന പേരാണ്. അതൊക്കെ ഇപ്പം ഞാനിവിടെ പറഞ്ഞാൽ ബംഗാളികൾ എന്നെ തല്ലും. അതിലും ഭേദം ഞാൻ അതിന് ചേർത്തേക്കുന്ന അതിനൊരു പേരിട്ടായിരുന്നു വെച്ചാൽ ഇച്ചിരി സ്പൈസി പൊട്ടറ്റോ ഫിഷ്, അത്രേ ഉള്ളൂ. വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട എന്നാന്നറിയാവോ, നമ്മൾ മീൻ അരച്ചു പരട്ടണം. അരച്ചു പരട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത് അരച്ചു പരട്ടുന്ന പോലെ, വറുക്കാൻ അരച്ചു പരട്ടുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും വേണ്ട. ഒന്നെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്. ഇതും അല്ലെങ്കിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി. ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിലേതാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ സാധനം വെച്ചേച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഞാൻ പുരട്ടി വെച്ചേക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി ഇതിട്ടേച്ചാണ് ഞാൻ ഇവിടെ മീൻ പുരട്ടി വെച്ചേക്കുന്നത്. ഇന്ന് ഞാൻ മേടിച്ചേക്കുന്നത് നെമ്മീനാന്നു. ഇത് നെമ്മീൻ തന്നെ വേണമെന്നില്ല, ഏത് മീനാന്നേലും, ചെറിയ മീൻ ഒഴിച്ച് വേറെ എന്നാ മീനാന്നേലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇനി എന്നാക്കെ വേണ്ടിയെന്ന് നോക്കൂ. നമുക്ക് ഇതിന് വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളകാന്നേ. ഇത് അവരുണ്ടാക്കുന്ന എണ്ണ ഏതാണെന്നറിയാവോ? കടുകെണ്ണയാന്നേ. നമുക്ക് പിടിക്കുകയില്ല. നമ്മൾ എന്നാ ചെയ്യണം? വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, ഇച്ചിരി കടുക്, ഉലുവായ, പെരിഞ്ചീരകം, പിന്നെ ഇത് കുറച്ച് അയമോദകം. ഇനി ഒരു ഓപ്ഷൻ ഞാൻ തരാം. ഇപ്പം നമ്മൾ കുറേ സ്പൈസസ് ഇവിടെ കാണിച്ചായിരുന്നേ. ഇതിനകത്ത് ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ജീരകം മാത്രം ഇടാം. അതല്ല, നമുക്ക് ഈ പെരിഞ്ജീരകത്തിൻ്റെ, ഉലുവായുടെ ഒക്കെ ഒരു ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിടാം. അപ്പോൾ കേരളയും ബംഗാളും എല്ലാം കൂടെ ചേർന്ന ഒരു ഫ്ലേവർ വരും. പക്ഷെ ആ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഇടുമ്പോഴത്തേന് കടുക്, ഈ ഉലുവ ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടേച്ചാൽ ആ ഡിഫറൻസ് മാറാൻ പറ്റും. ഇതൊന്നുമില്ല, തനി ആ ബംഗാളിക്കറി തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ജീരകം മാത്രം ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഒരു മുഴുത്ത സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണേ, ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞതാ. പിന്നെ വേണ്ടിയത് ഇത് സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര, ഒത്തിരി ഇടല്ലേ. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതാന്നു ഞാൻ മീൻ മേടിച്ചേ. എന്നിട്ട് അത് ഞാൻ പുരട്ടി വെച്ചേക്കാം. മീൻ നേരത്തെ പുരട്ടി വെച്ചില്ലല്ലോ ഉണ്ടല്ലോ, അതിനകത്തൊന്നും പിടിക്കുകയില്ല. ഇത്രയും ഉരുളക്കിഴങ്ങ് വേണ്ട, പേരിനുള്ള ഉരുളക്കിഴങ്ങ് മതി. ബാക്കി നമുക്ക് വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് മല്ലിയില. അവർക്ക് കറിവേപ്പില എത്ര പിടിക്കുകയില്ല, അതുകൊണ്ട് മല്ലിയിലയാന്നേ. നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് പാൻ കത്തിച്ചേച്ച്, ഇത് ചട്ടിയിൽ ഉണ്ടാക്കുകയല്ല കേട്ടോ. എന്നാന്നോ, ഇത് മീൻ വറക്കാനുണ്ട്. പിന്നെ ആ എണ്ണയിലിട്ടേച്ച് ഒന്ന് നമുക്ക് സാധനങ്ങളെല്ലാം വയറ്റിയൊക്കെ ചേർക്കുമ്പോൾ ചട്ടിയിലാന്നേൽ കുഴപ്പമൊന്നുമില്ല, രുചിയൊക്കെ കയറത്തേ ഉള്ളൂ. പക്ഷേ എന്നാന്നോ, അതൊന്ന് അടി പിടിച്ചു പോയാൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പകുതി മീൻ പിന്നെ ചട്ടിയായിരിക്കും. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ടെൻഷൻ ഇല്ലല്ലോ, നമുക്കാകുമ്പോൾ ഇളക്കിയെടുക്കാനുള്ള കൈവാക്ക് നമുക്ക് നല്ലോണം ഉണ്ട്. നമ്മുടെ മീൻ വറുത്തെടുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കണേ. സാധാരണഗതിയിൽ നമ്മൾ എണ്ണ ലാഭിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് മീൻ വറക്കും. അതെങ്ങനെയാണെന്നറിയോ? ഒന്നെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഒത്തിരി മീൻ ഇടും. അതെന്ന് വെച്ചാൽ ബാക്കി എണ്ണ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഒട്ടുമിക്ക മീനും അങ്ങ് പൊടിഞ്ഞു പോവേ. പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിറച്ച എണ്ണ ഒഴിച്ച് വേണം മീൻ വറക്കാൻ, അന്നേരം പൊടിഞ്ഞു പോരുകയില്ല. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചേച്ച് ഒരുപാട് മീൻ കൂട്ടത്തോടെ ഇടുകയെന്നേലും പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒത്തിരി എണ്ണ ഒഴിച്ചേച്ച് കുറച്ചിട്ട് മുരിക്കുക, പിന്നെ രണ്ടാമതിട്ട് മുരിക്കുക. അങ്ങനെ മുരിച്ചെടുത്താൽ കറക്റ്റായിട്ട് മീൻ അതിൻ്റെ ഷേപ്പ് കച്ച് ആ മീൻ അതുപോലെ തന്നെ വറുത്ത് കിട്ടും. കാര്യം കുറേ പേരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ, എന്നാന്നോ ഇങ്ങനെ ഒത്തിരി ഇടുമ്പോഴത്തേനും അങ്ങ് ഈ ചട്ടിയെ പിടിച്ചു പോവും, അല്ലെന്നുണ്ടെങ്കിൽ പകുതി പൊട്ടിപ്പോവും, പകുതി അരപ്പ് അങ്ങ് ചീനച്ചട്ടിയെ പിടിച്ചു പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുമോ, അവർ ചിപ്പായിട്ട് തന്നെ കൂട്ടിക്കോ. നമുക്ക് ഒരിച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഒത്തിരി മീൻ എടുത്തിടരുത്, അല്ലെങ്കിൽ ഒത്തിരി എണ്ണ ആന്നേ പോലും എല്ലാ മീനും കൂടെ ഒറ്റയടിക്ക് വറുത്തെടുക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കരുത്. ഈ രണ്ട് കാര്യം ചെയ്യുവാന്നേലും മീനെല്ലാം അതിനകത്ത് തന്നെ പകുതി മീൻ ചട്ടിയായിരിക്കും, പകുതി മീൻ പൊടിഞ്ഞും പോവും. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്.
ഇതിനകത്തോട്ട് ഈ മീൻ അങ്ങ് ഇടുക. ഇത് ഒരു ഇച്ചിരി ചെറിയ കഷ്ണമായിട്ടാണ് മുറിച്ചേക്കുന്നത്. അതല്ല നമുക്ക് ഒറ്റ പീസായിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വട്ടത്തിൽ മുറിക്കുകയല്ലേ അന്ന് പറഞ്ഞ കൂട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ മീൻ ഇനി ഇതേപോലെ വട്ടത്തിലാണെങ്കിൽ, ഇപ്പം നമ്മൾ ആർക്കെങ്കിലും നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്കാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ വറുക്കുന്ന മീൻ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ച് അതോടുകൂടി നമ്മൾ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുവാന്നേൽ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. നമുക്കൊരു ഡിഷായിട്ട് തന്നെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന പോലെ ആക്കുകയും ചെയ്യാം. കാര്യം നമ്മൾ ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ വിളമ്പുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആവാം. ഇത് ബേസിക്കലി ഒരു ഡ്രൈ ഡിഷാണ്. ഈ മീൻ എത്ര മൊരിയണം എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ മീൻ വറക്കുന്ന കൂട്ട് ഭയങ്കര അങ്ങ് ഡീപ് ഫ്രൈ ആക്കണ്ട, എന്നാൽ മീൻ മൊരിയേം വേണം, അതേപോലെ വറുത്തെടുക്കണം. ഇനി മീൻ എല്ലാം വറുത്ത് കഴിഞ്ഞായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒന്നെങ്കിൽ ജീരകം മാത്രം ഇടുക, അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് മൊത്തം ഇടണം. ആദ്യം എന്തായാലും ഞാൻ ഈ സ്പൈസസ് മൊത്തം എടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കേരള ടച്ച് കൂടെ ഉള്ളതുകൊണ്ട് ജീരകം ഇച്ചിരി കുറച്ചേ ഇടത്തുള്ളൂ. അത് കഴിഞ്ഞേച്ച് ഇതെല്ലാം ഇച്ചിരി ഇച്ചിരിയാന്നേ, സ്പൂൺ കണക്ക് പറയാൻ നോക്കിയല്ല. കുറച്ച് കടുക്, ഇച്ചിരി ഉലുവ, കുറച്ച് പെരിഞ്ചീരകം, അയമോദകം ഒരു നുള്ളിട്ടേച്ചാൽ മതിയേ. ഇച്ചിരി അങ്ങോട്ട് തീ കൂട്ടി വെച്ച് ഈ ചേർത്തേക്കുന്ന ആ സ്പൈസസ് കംപ്ലീറ്റ് ആ എണ്ണയിലൊന്ന് പിടിക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു കാര്യവും കൂടെ ഞാൻ പറയാവേ, നമ്മൾ ഈ മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ അത് ഉണ്ടാക്കാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ മീനിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവറും ആ എണ്ണയിലുണ്ട്. ഈ എണ്ണ മുഴുവൻ കളഞ്ഞേച്ച് നമ്മൾ പുതിയ എണ്ണ എടുത്ത് ഒഴുക്കി വച്ചേക്കരുത്, കാര്യം ആ സ്വാദ് കിട്ടുകയില്ല. അതുകൊണ്ട് അതിൽ തന്നെ ഇടാവുള്ളൂ. പിന്നെ ഇച്ചിരി എണ്ണ കൂടുതലാണെന്നേലും ഇച്ചിരി ഒന്ന് മാറ്റിക്കോ, അത്രയും മാത്രം മതി. ഇനി എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ഏകദേശം മൂത്ത് കഴിഞ്ഞ്, ചൂടായി കിടന്ന എണ്ണയാണെന്നല്ലോ, അന്നേരം ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ സവാള ഇടുക. സവാളയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതായത് 1.5 സ്പൂണൊന്നും ഇടരുത്, ഒരു 3/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് നമ്മുടെ മീനയിൽ ഇച്ചിരി വേണമെന്ന് തോന്നിക്കൂ. അന്നേരം തോന്നിപ്പോയപ്പോൾ എന്നാ എടുക്കാനാണ്, അതിപ്പം നമ്മൾ 3/4 ടീസ്പൂൺ ചേർത്തേക്കല്ലേ ഇതിനകത്തോട്ട്. ആ പകുതി എടുത്ത് അതിനകത്തോട്ടും ചേർത്തിട്ട് പകുതി ഇതിനകത്തും ചേർത്താൽ മതി. ഫ്ലേവർ എല്ലാം ഒരു ഡിഷിലേ വരത്തുള്ളൂ. അതുകൊണ്ട് അത് നമ്മുടെ ഒരു സൈക്കോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ടും കൂടെ ചേർക്കുക, ബാക്കി ഇതിനകത്തും ചേർക്കുക. അപ്പോൾ അതിനകത്തൊരു ആ ടേസ്റ്റ് മീനിനകത്തും കൂടെ ഒരു ഇച്ചിരി വരും. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് മൂക്കണം എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയുടെ ഒരു മധുരച്ചൊവ പോകണം. അതല്ല മാത്രമല്ല ഉള്ളി നല്ലതായിട്ടൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ചേർക്കാനൊക്കത്തുള്ളൂ. ഈ ടൊമാറ്റോ ആന്നേ പോലും നല്ലതായിട്ട് വെന്ത് ആ എണ്ണയൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ. ഉള്ളി ഒരു ഞാൻ പറഞ്ഞ കൂട്ടുകൊണ്ട് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനിയാന്നു സ്പൈസ് നമ്മുടെ ആ എരിവ് വരുന്നത്. എരിവിന് പച്ചമുളകുണ്ട്, കാശ്മീരി മുളകുണ്ട്, സാധാ മുളക് പൊടിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്തോണം. പച്ചമുളക് ഒരുപാട് ഇട്ടാലും മുളക് പൊടി ഇട്ടാലും എരിവുണ്ട്. നമ്മുടെ ഏനം പോലെ ഇട്ടേക്കണം, ഒത്തിരി വേണ്ട കേട്ടോ. ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ അരിഞ്ഞു വെച്ചേക്കുന്ന കൂടെ ഈ ടൊമാറ്റോ അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പണി എന്നാന്ന് വെച്ചാൽ ഈ ടൊമാറ്റോ നല്ലോണം ഒന്ന് വെന്ത് കുറച്ച് ആ കറി ഒന്ന് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനൊക്കത്തുള്ളേ.
അതിനു വേണ്ടി ഒരു ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് എന്നാ ചേർക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചേക്കുമല്ല, പച്ചയ്ക്ക് അരിഞ്ഞ് വെച്ചേക്കുക. അന്നേരം പുഴുങ്ങിയതാന്നേൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ചേർത്തേച്ച് ശേഷം ലാസ്റ്റ് ചേർത്താൽ മതി. പക്ഷേ ഇതിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ടൊമാറ്റോയുടെ വെള്ളത്തിനകത്തൂടെ കിടന്ന് ഇത് കുറച്ച് വേവുകയും ചെയ്യും. എന്നാൽ നമുക്കധികം സമയം പോകാനായിട്ട് താമസമില്ല. കാര്യം കുറച്ചൊന്ന് വേവ് ഉണ്ട്, ഇതിനധികം കട്ടിയില്ലാതെ അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ടൊമാറ്റോ ഉരുളക്കിഴങ്ങ് മാത്രം ചേർക്കണം. അന്നേച്ച് ഇതിനകത്ത് കിടന്ന് അതൊന്ന് ഇപ്പോൾ ടൊമാറ്റോയും നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടും. ആ വഴന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ ടൊമാറ്റോയുടെ വെള്ളം കൊണ്ട് ഉരുളക്കിഴങ്ങും ഒരു 3/4 വേവുകയില്ല, 1/2 പകുതിയേ വേവത്തുള്ളൂ. ബാക്കി നമ്മൾ അരച്ചിട്ട് വേവിക്കും. പിന്നെ ഇതെല്ലാം ഇടുന്ന എന്നാത്തിനാണെന്നറിയോ? ഇപ്പം ഇടുന്ന എന്നാന്ന് വെച്ചാൽ ആ മീനിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങയിലും എല്ലാം ഒന്ന് പിടിക്കണം. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പിടിക്കുകയില്ല. പിന്നെ മീനാന്നേൽ വെന്ത് കഴിഞ്ഞ് ഇനി ആ മീനും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് പോയിക്കേ, അത് മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. അത് പറ്റുകയില്ല. അന്നേരം നമുക്ക് ഉരുളക്കിഴങ്ങിന് ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നേരത്തെ ഇട്ടേക്കുക. ഇനി ആ ടൊമാറ്റോ നല്ലതായിട്ടൊന്ന് മാഷായി കഴിഞ്ഞ് ആ ഓയിലൊക്കെ ഒന്ന് വെളിയിൽ വരട്ടെ, എന്നാലാ അതിൻ്റെ ആ കണക്ക്. എണ്ണ തെളിഞ്ഞു വന്നാൽ പോരാ, മാത്രമല്ല നമുക്കിനി ആ പൊടി അങ്ങോട്ട് ചേർത്തേച്ച് പൊടിയും ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് വഴന്ന് എണ്ണ തെളിയണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. എന്നാ പറയുക, ടൊമാറ്റോ കുറച്ചൊന്ന് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ചേർക്കാവേ. ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് ശരിക്കും എരിവുള്ള മുളക് പൊടിയാണേ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് മാറ്റിയേച്ച് നമുക്ക് സാധാ കാശ്മീരി മുളക് ഇട്ടേച്ചാൽ മതി. പിന്നെ ഭയങ്കര സ്പൈസി ആന്നു ഈ കറി, അതുകൊണ്ടാന്നു ഞാനിങ്ങനെ ഇടുന്നത്. പക്ഷേ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കളഞ്ഞേച്ച് നമുക്ക് കാശ്മീരി മുളക് ഇടാം. പിന്നെ ഈ 2 എരിവും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നത്. ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന് കാരമലൈസ് കഴിയുമ്പം ഇതിൻ്റെ ആ എന്നാ പറയുക എരിവ് അങ്ങോട്ടങ്ങ് ബാലൻസ് ആവും കേട്ടോ. ഇനി ആ പൊടിയെല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കണം. പൊടിയെല്ലാം മൂക്കും. കാര്യം ഹൈ ഫ്ലെയിം ഒത്തിരി നേരം നമ്മുടെ ചീനച്ചട്ടി ചൂടായിരിക്കുക. പെട്ടെന്ന് തന്നെ ആ എണ്ണ തെളിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ നല്ലതായിട്ട് പൊടി മൂക്കാതെ നമ്മൾ ചേർക്കുവാന്നതിലുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച ചുവ അതിനകത്ത് ഉണ്ടാവേ. അത് വേണ്ട. എന്താ വെച്ചാൽ നമ്മുടെ ആ മീനിൻ്റെ ഫ്ലേവർ ഒന്ന് മേലോട്ട് വരണം. ആ എണ്ണ ആ സർഫസിലോട്ട് വന്നാലേ ആ ഒരു മണം ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. എന്നാത്തിനാന്നറിയാവല്ലോ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുക. എന്നാത്തിനാന്നറിയാവോ, നമ്മുടെ എല്ലാത്തിനകത്തും ഇതിനകത്ത് ഉപ്പ് കുറവാണ്, മീനിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ്, കുറച്ച് മല്ലിയില, എന്നിട്ട് ആ ഫ്ലേവറും കൂടെ ഒന്ന് വന്നോട്ടെ. അന്നേച്ച് ഈ ഒഴിച്ചേക്കുന്ന എണ്ണയുണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, നല്ലതായിട്ടൊന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ചേച്ച് ആ ഉരുളക്കിഴങ്ങ് ഒരു 3/4 വേവ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ശേഷം നമുക്ക് ആ മീൻ ചേർക്കാവേ. എന്നാൽ മാത്രമേ ആ ഒരു എന്നാ പറയുക, അല്ലെങ്കിൽ മീൻ മൊത്തം പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു കുറച്ച് സമയം, ഇപ്പോൾ ഒരു ഹാഫ് ആയിട്ടില്ല, ഒരു 1/4 ഭാഗം വെന്തിട്ടേ ഉള്ളൂ. ഒരു കുറച്ച് സമയം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചേർക്കാം.
ഇപ്പോൾ എണ്ണയൊക്കെ നല്ലൊരു മേളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് ഞാൻ ചെറുതായിട്ട് ഞെക്കുമ്പോൾ അത് ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ 1/4 വേവ് ആവുന്ന സമയത്ത് വേണം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇടാൻ. ഇത് കുറച്ച് മൂത്തതായതുകൊണ്ട്, മൂത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര മുറ്റിയ മീനിട്ട നല്ല ഉദ്ദേശിച്ചത്, നമ്മൾ വറുക്കുമ്പോൾ കുറച്ച് മൂത്ത് പോവല്ലേ, അന്നേരം കുറച്ചൊരു ഹാർഡ്നെസ് ഇനി നമ്മുടെ മീനിന് വരുവേ. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച്, അതായത് ഉരുളക്കിഴങ്ങ് ഒരു 1/4 വേവ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീനിട്ടു ഇട്ടേച്ച് ബാക്കി എന്നാ പറയുക ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വേവുകയും വേണം. ഈ മീനിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് നമ്മുടെ എന്നാ പറയുക ഗ്രേവിക്കകത്ത് ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പിടിക്കണം, ഉരുളക്കിഴങ്ങേ പിടിക്കണം. എന്നാ പറയുക ഉള്ളി ആ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് ആ ഫ്ലേവർ ഇതിനകത്തോട്ട് ഇറങ്ങണം. ഇത്രയും മാത്രമേ ഉള്ളൂ ബംഗാളി ഫിഷ് കറി. അവരെന്ത് വേഗമല്ലേ വെക്കുന്നത്. ഇതാ നമ്മൾ ചില സമയമൊക്കെ എന്നാ പറയുക ഈ ഫ്ലാറ്റ് പണിയുന്നവരൊക്കെ വലിയ ബംഗാളീസ് മിക്കപ്പോറും ജോലി ചെയ്യുന്നത്, അവരൊക്കെ ആഴ്ച ഒരിക്കൽ മീനോ ഇറച്ചിയോ എന്നതേലും വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ജോലി തീരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു മുളക് പൊടി വെച്ചുള്ള കളി മാത്രമേ ഉള്ളൂ. പിന്നെ കൈ കിട്ടുന്നതൊക്കെയാണെന്ന് തോന്നുന്നു ആ സ്പൈസസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒരു ഇച്ചിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാം. ഇതൊരു സെമി സ്പൈസി ആണെന്നേ ഉള്ളൂ. ഇത് ഏതിൻ്റെ കൂടെയും, ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും പത്തിരി ആയാലും ഇടിയപ്പായാലും ചോറായാലും ഇനി ഏതിൻ്റെ കൂടെ ആയാലും ഇത് പോവും, കുഴപ്പമില്ല. നമ്മുടെ ഫിഷ് കറിയും സ്പൈസി ഫിഷ് കറിയായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു പിസ്ത പുട്ട ഉണ്ടാക്കിയേക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ പുട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് കഴിക്കാറുണ്ട്, പക്ഷേ ഇത് പിസ്ത ആക്കിയെന്ന് വെച്ചാൽ പിസ്ത ഗ്രീൻ കളറാണ്. ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ്, ഈവൻ ദോ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഷീ ലുക്സ് എവർഗ്രീൻ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്കൊരു എന്താ പറയുക ഒരു പച്ചപ്പുട്ടാവാം അല്ലേ, അത് തന്നെയല്ലേ ഒരു രസം. പക്ഷേ ഇത് തന്നെ കോമ്പിനേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഏത് വേണമെങ്കിലും നമുക്ക് പോവാം. ഈവൻ ചപ്പാത്തിയോ അപ്പമോ വോട്ടെവർ ഇറ്റ് മേ ബി, നമുക്ക് എന്നാ വേണോ വെച്ചാലും ഈ സ്പൈസിയുടെ കൂടെ കഴിക്കാം. പിന്നെ സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കൂടുതൽ സ്പൈസി ആക്കാം, അല്ലാത്തവർക്ക് മീഡിയം ആക്കാം. ഇത് ഒട്ടും സ്പൈസി വേണ്ട, എന്നാൽ തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് വേണ്ടിയവർക്കാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ആ കാശ്മീരി മുളക് പൊടി ചേർത്തേച്ചാൽ മതി.